നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2025 ഒക്ടോബർ 16, 17, 18 തീയതികളിലെ ദിനഫലങ്ങൾ, രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. 12 രാശിക്കാരെക്കുറിച്ചും പറയുന്നുണ്ട്. ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ ഒക്ടോബർ 16 ഉച്ചയ്ക്ക് 12:42 PM മുതൽ ഒക്ടോബർ 18 രാത്രി 10:11 PM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. ഈ ദിവസങ്ങളിൽ 17 തീയതി ഉച്ചയ്ക്ക് 1:47 PM മുതൽ സൂര്യൻ തുലാം രാശിയിൽ നീചരാശിയിലേക്ക് വരുന്നു. കൂടാതെ 18 തീയതി രാത്രി 7:52 വ്യാഴം ഉച്ചരാശിയായ കർക്കിടകത്തിലേക്കും വരുന്നു. സൂര്യൻ്റെ മാറ്റം 17-നാണ്. അത് പല രാശികൾക്കും പ്രതികൂലവും അനുകൂലവുമായിട്ടൊക്കെ മാറുന്നുണ്ട്. അത് ഓരോന്ന് പറയുമ്പോഴും ഞാനത് പ്രത്യേകിച്ച് പറയേണ്ടതാണെങ്കിൽ എടുത്തു പറഞ്ഞേക്കാം. പിന്നെ ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട്. അത് പണമായിട്ട് ഞങ്ങൾ ചോദിക്കുന്നില്ല, പകരം ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവരെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ജ്യോതിഷപരമായിട്ടുള്ള സംശയങ്ങൾ വാട്സാപ്പിൽ ഞാനുമായിട്ട് ബന്ധപ്പെട്ടാൽ ഞാനത് പറയാൻ ശ്രമിക്കാം. അത് ദയവേത് ഫോൺ വിളിക്കരുത്, പകരം വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. ആദ്യം നമുക്ക് മേടം രാശിയെ നോക്കാം. അശ്വതി, ഭരണി, കാർത്തിക ആദ്യപാദം. മേടം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇവർക്ക് 4 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. 2 ഗ്രഹങ്ങൾ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. ചൊവ്വയും ശനിയും രണ്ടും പാപഗ്രഹങ്ങളാണ്. ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ വഴിപാട് നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. എങ്കിലും തൊഴിൽപരമായിട്ട് നേട്ടമുണ്ട്. പക്ഷേ 17 തീയതി ഉച്ചയ്ക്ക് 1:47 PM സൂര്യൻ തുലാം രാശിയിലേക്ക് വരുമ്പോൾ ഇവർക്കത് അനുകൂലമല്ലാതാവുകയും അത്യാവശ്യം പ്രതികൂലമാവുകയും ചെയ്യും. അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ 17 തീയതി ഉച്ചയ്ക്ക് 1:47 PM മുമ്പായിട്ട് ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. ഇവർക്ക് ഈ 16 തീയതി മുതൽ 17 തീയതി ഉച്ച വരെ സൂര്യൻ അനുകൂലമാണ്. തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നേട്ടമുണ്ട്. അതുപോലെ തന്നെ സന്താന ഗുണം, പിതൃഗുണം ഒക്കെ അനുഭവപ്പെടും. പിന്നെ ഇവർക്ക് ഒരു പരിധിവരെ ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. മേടം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി ഇടവൻ രാശി. ഇടവൻ രാശി എന്ന് പറയുമ്പോൾ കാർത്തിക അവസാന 3 പാദം, രോഹിണി, മകയിരം ആദ്യ 2 പാദം. ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് ഒരു ഗ്രഹവുമില്ല. ഗുണദോഷ സമ്മിശ്രമായിട്ട് 4 ഗ്രഹങ്ങളും ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് 5 ഗ്രഹങ്ങളും നിൽക്കുന്നു. ചന്ദ്രൻ ഇവിടെ അനുകൂലമല്ലാതാവുന്നു. ഗുണദോഷ സമ്മിശ്രമാണ്. ഇവർക്ക് ബന്ധങ്ങൾ ഊഷ്മളമാവും. പുതിയ സുഹൃത്തുക്കളെ ലഭിക്കും. ഭൗതിക സുഖങ്ങൾ അനുഭവവേദ്യമാവും. അതുപോലെ തന്നെ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. വാഹന ലാഭം, അതുപോലെ തന്നെ
സർവവിധ സൗഭാഗ്യം, സർവകാര്യ വിജയം, സാങ്കേതിക രംഗത്ത് മേന്മകൾ, ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം, നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായ മാറ്റം ഉണ്ടാവും. ഇവർക്ക് 17-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം സൂര്യൻ അനുകൂലമായിട്ട് വരുന്നു. അപ്പോൾ കൂടുതൽ നല്ലതാണ്. 6-ാം ഭാവത്തിൽ സൂര്യൻ വരും 17-ാം തീയതി ഉച്ചയ്ക്ക് 1:47 ശേഷം. അപ്പോൾ തൊഴിൽപരമായിട്ട് നേട്ടങ്ങൾ ആരംഭിക്കുന്നു. തുലാമാസം മുഴുവൻ ഇവർക്ക് നേട്ടമായിരിക്കും. തൊഴിൽപരമായിട്ടും സന്താന ഗുണം, പിതൃഗുണം ഇവയൊക്കെ ലഭിക്കും. അതുപോലെ പിതൃ സ്വത്ത് ലഭിക്കാനുള്ള സാധ്യത, പ്രത്യേകിച്ച് 17-ാം തീയതിക്ക് ഉച്ചയ്ക്ക് ശേഷം. പിന്നെ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തുമൊക്കെ ഉയർച്ചയുണ്ടാവും. പൊതുവെ ഇടവൻ രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി മിഥുനം രാശി, മകയിരം ആദ്യ 2 പാദം, തിരുവാതിര, പുണർദം ആദ്യ 3 പാദം. മിഥുനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇവർക്ക് വ്യാഴവും ശനിയും പ്രതികൂലമായിട്ട് നിൽക്കുന്നു. വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവുണ്ടാവും. എങ്കിലും അതിനൊക്കെ ഒരു പരിധി ഉണ്ടാവും. അതുപോലെ തന്നെ പരിധികൾക്കുള്ളിൽ നിന്ന് ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിലും സാധ്യതയുണ്ട്. കലാസാഹിത്യ രംഗത്ത് ഉയർച്ചയുണ്ടാവും. പൊതുവെ മിഥുനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. 4 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. ഇനി കർക്കിടകം രാശി, പുണർദം അവസാന പാദം, പൂയായില്യം. കർക്കിടകം രാശിക്കും ഗുണദോഷ സമ്മിശ്രമാണ്. എങ്കിലും ഇവർക്ക് സൂര്യൻ ഇവർക്ക് 17-ാം തീയതി 1:47 PM മുതൽ അനുകൂലമല്ലാതാവുന്നു. അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ 17-ാം തീയതി ഉച്ചയ്ക്ക് മുമ്പായിട്ട് ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തുമൊക്കെ നേട്ടമുണ്ടാവും. അതുപോലെ തന്നെ വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവുണ്ടാവും. പരിധികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഇവർക്ക് സർപ്പം, ചൊവ്വ, വ്യാഴം ഇവ പ്രതികൂലമാണ്. ചൊവ്വാഴ്ച മുരുകന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന്. ആഴ്ചയിൽ 7 ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും മുരുകനും മഹാവിഷ്ണുവിനും വഴിപാടുകൾ നടത്തുക. പൊതുവെ കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി ചിങ്ങം രാശി, മകം, പൂര, ഉത്രം ആദ്യ പാദം. ചിങ്ങം രാശിക്കും ഗുണദോഷ സമ്മിശ്രമാണ്. എങ്കിലും ചന്ദ്രൻ അനുകൂലമായിട്ട് നിൽക്കുന്നു. ബന്ധങ്ങൾ ഊഷ്മളമാവും. പുതിയ സുഹൃത്തുക്കളെ കിട്ടും. ഭൗതിക സുഖങ്ങൾ, അതുപോലെ തന്നെ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. സർവവിധ സൗഭാഗ്യം. അതുപോലെ തന്നെ ചൊവ്വ അനുകൂലമായതിനാൽ ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ നേട്ടമുണ്ടാവും. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച ഉണ്ടാവും. നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങളുണ്ടാവും. 7 ദിവസവും ആഴ്ചയിൽ 7 ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇനി കന്നി രാശി, ഉത്രം അവസാന 3 പാദം, അത്തം, ചിത്തിര ആദ്യ 2 പാദം. കന്നി രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ചന്ദ്രൻ നഷ്ടഭാവത്തിൽ വ്യയസ്ഥാനത്ത് 12-ാം ഭാവത്തിൽ
വരുന്നു. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ നമ്മൾ കഴിവതും മറ്റ് ദിവസങ്ങളിലേക്ക് മാറ്റിവെക്കുക. സൂര്യൻ പ്രതികൂലമാണ്. അപ്പോൾ ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. ശനിയും പ്രതികൂലമാണ്. അപ്പോൾ വ്രതമെടുത്ത് ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ ചെറിയ സാധ്യതയുണ്ട്. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. പൊതുവെ കന്യാരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി തുലാം രാശി. ചിത്തിര അവസാന 2 പാദം, ചോതി, വിശാഖം ആദ്യ 3 പാദം. തുലാം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. എങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ ഈ 3 ദിവസവും പ്രതികൂലമാണ്. അതിൽ തന്നെ 17-ാം തീയതി ഉച്ചയ്ക്ക് 1:47 PM മുതൽ സൂര്യൻ ജന്മത്തിൽ വരികയാണ്. അപ്പോൾ ചൊവ്വയും സൂര്യനും പാപഗ്രഹങ്ങൾ ജന്മത്തിൽ വരുന്നു. അപ്പോൾ ശാരീരിക മാനസിക അസ്വസ്ഥതകൾ വർദ്ധിക്കാം. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. അതുപോലെ തന്നെ ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിലും ബുധനാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും വഴിപാടുകൾ നടത്തുക. ഇവർക്ക് 16-ാം തീയതി കുറച്ച് ബെറ്ററാണ്. അന്നത്തെ ദിവസം ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, ഭൗതിക സുഖങ്ങൾ, ബന്ധങ്ങൾ ഊഷ്മളമാവും. സാങ്കേതിക രംഗത്ത് മേന്മകളുണ്ടാവും. കലാസാഹിത്യ രംഗത്ത് ഉയർച്ചയുണ്ടാവും. തുലാം രാശിക്ക് ഈ ദിവസങ്ങളിൽ ഗുണാധിക്യമാണ്. എങ്കിലും ചൊവ്വയും സൂര്യനും പ്രതികൂലമാണ്, ജന്മത്തിൽ നിൽക്കുന്നു. അത് വളരെയധികം ശ്രദ്ധിക്കുക. ബുധനാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. ഇനി വൃശ്ചികം രാശി. വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട. വൃശ്ചികം രാശിക്കും ഗുണദോഷ സമ്മിശ്രമാണ്. ചൊവ്വാഴ്ച ഇവർ മുരുകക്ഷേത്രത്തിൽ, ബുധനാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ, വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. ഇവർക്ക് തൊഴിൽപരമായിട്ട് നേട്ടമാണ്. 17-ാം തീയതി ഉച്ചയ്ക്ക് 1:47 PM വരെ. ശേഷം ഏതാണ്ട് 3 മാസത്തേക്ക് തുലാം, വൃശ്ചികം, ധനു ഈ 3 മാസത്തേക്കും സൂര്യൻ പ്രതികൂലമായിട്ട് വരും. 17-ാം തീയതി ഉച്ചയ്ക്ക് 1:47 PM മുതൽ. അതിനു മുമ്പായിട്ട് തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ അതെല്ലാം നേരത്തെ ചെയ്ത് പൂർത്തിയാക്കുക. ഇവർക്ക് കലാസാഹിത്യ രംഗത്ത് ഉയർച്ചയുണ്ടാവും. പൊതുവെ വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി ധനുരാശി. മൂലം, പൂരാട, ഉത്രാടം ആദ്യ പാദം. ധനുരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇവർക്ക് ശനി ദോഷകരമായിട്ട് നിൽക്കുന്നു. സൂര്യൻ ഈ ദിവസങ്ങളിലെല്ലാം തന്നെ അനുകൂലമാണ്. ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. തൊഴിൽപരമായിട്ട് നേട്ടം, സന്താനഗുണം, പിതൃഗുണം, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, അതുപോലെ തന്നെ ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ നേട്ടം, നിയമപരമായിട്ടുള്ള കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള മാറ്റം. ശനി പ്രതികൂലമാണ്. അപ്പോൾ ശനിക്ക് ശിവന്, അയ്യപ്പന് ശനിയാഴ്ച വ്രതമെടുത്ത് വഴിപാടുകൾ നടത്തുക. ബൗദ്ധിക മേഖലയിൽ ഉയർച്ചയുണ്ടാവും. നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായിട്ടുള്ള മാറ്റം.
പിതൃഗുണം, സന്താന നേട്ടം ഇവയൊക്കെ അനുഭവപ്പെടും. ധനുരാശിക്ക് ഗുണാധിക്യമാണ്. ഇനി മകരം രാശി. ഉത്രാടം അവസാന 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ചന്ദ്രൻ പ്രതികൂലമായിട്ട് നിൽക്കുന്നു, അഷ്ടമത്തിലാണ്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ മറ്റ് ദിവസങ്ങളിലേക്ക് മാറ്റിവെക്കുക. എങ്കിലും ഇവർക്ക് ശനി അനുകൂലമാണ്, ശുക്രൻ, ചൊവ്വ, ബുധൻ ഇവയൊക്കെ അനുകൂലമാണ്. അതുകൂടാതെ 17-ാം തീയതി 1:47 PM ശേഷം തുലാം രാശിയിൽ സൂര്യൻ വരുമ്പോൾ ഇവർക്ക് കർമ്മഭാവത്തിലേക്കാണ് സൂര്യൻ വരുന്നത്. അപ്പോൾ തുലാം, വൃശ്ചികം മാസങ്ങളിൽ ഇവർക്ക് സൂര്യൻ അനുകൂലമാണ്. അപ്പോൾ അവർക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടം, പിതൃഗുണം, സന്താന നേട്ടം ഇവയൊക്കെ 17-ാം തീയതി ഉച്ചയ്ക്ക് 1:47 PM ശേഷം ഉണ്ടാവും. ഏകദേശം 2 മാസം, തുലാം, വൃശ്ചിക മാസങ്ങളിൽ. ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ നേട്ടം ഉണ്ടാവും. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച ഉണ്ടാവും. ഏർപ്പെടുന്ന ഏത് കാര്യത്തിനും ഒരു വിജയസാധ്യത നിലനിൽക്കും. സാങ്കേതിക രംഗത്ത് മേന്മകൾ, കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും ഉയർച്ച ഉണ്ടാവും. മകരം രാശിക്ക് പൊതുവെ തുലാം, വൃശ്ചികം മാസങ്ങൾ നന്നായിരിക്കും. ഇനി കുംഭം രാശി. അവിട്ടം അവസാന 2 പാദം, ചതയം, പൂരിട്ടാതി ആദ്യ 3 പാദം. കുംഭം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ആഴ്ചയിൽ 7 ദിവസവും ഇവർ സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. തൊഴിൽപരമായിട്ട് ഇവർക്ക് 17-ാം തീയതി ഉച്ച വരെ പ്രതികൂലമാണ്. അതിനുശേഷം അല്പം അനുകൂലമായിട്ട് വരും. ഭാഗ്യസ്ഥാനത്തേക്ക് സൂര്യൻ മാറും 17-ാം തീയതി ഉച്ചയ്ക്ക്. അപ്പോൾ ആ അഷ്ടമത്തിൽ നിന്ന സൂര്യൻ എന്നുള്ള ആ പോരായ്മ മാറിക്കിട്ടുന്നു. ഭാഗ്യസ്ഥാനത്ത് ഗുണദോഷ സമ്മിശ്രമായിട്ട് സൂര്യൻ ഫലം തരികയുള്ളൂ. ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. പൊതുവെ ഇവർക്ക് ബന്ധങ്ങൾ ഊഷ്മളമാവും. പ്രത്യേകിച്ച് പ്രണയ ജീവിതത്തിൽ നേട്ടമുണ്ടാവും. അതുപോലെ ഇവർക്ക് വ്യാഴം 18-ാം തീയതി പ്രതികൂലമായിട്ട് 6-ാം ഭാവത്തിലേക്ക് വരുന്നു. അപ്പോൾ 18-ാം തീയതിക്കുള്ളിൽ, അതായത് രാത്രി 7:52 PM വ്യാഴം കർക്കിടകം രാശിയിലേക്ക്, അതായത് ഇവരുടെ 6-ാം ഭാവത്തിലേക്ക് വരുന്നത്. അപ്പോൾ അത് പ്രതികൂലമാണ്. അപ്പോൾ ഈ ദിവസങ്ങളിൽ 18-ന് രാത്രിക്ക് മുമ്പായിട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. അല്പം ബുദ്ധിമുട്ടുള്ള ഒരു കാലമാണ് കുംഭൻ രാശിക്ക് വരാൻ പോകുന്നത്, അത് ശ്രദ്ധിക്കുക. ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക ശനിയാഴ്ച. പൊതുവെ കുംഭൻ രാശിക്ക് 18-ാം തീയതി വരെ ഗുണദോഷ സമ്മിശ്രമാണ്. അതിനുശേഷം അല്പം ബുദ്ധിമുട്ടുള്ള കാലമാണ് ഇനി വരാൻ പോകുന്നത്. പ്രത്യേകിച്ച് വ്യാഴം ഡയറക്റ്റായിട്ട് പ്രതികൂലമാവുന്നു. ഓക്കെ, ഇനി മീനം രാശി. പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി. മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. എങ്കിലും ഇവർക്ക് 4 പാപഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. ആഴ്ചയിൽ 7 ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത്, കാരണം ജന്മശനിയാണ്, വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇനി ബ്രഹ്മമുഹൂർത്തം നോക്കാം. 16, 17 തീയതികളിൽ
രാവിലെ 4:43 AM മുതൽ രാവിലെ 5:31 AM വരെയാണ് ബ്രഹ്മമുഹൂർത്തം. 16, 17 തീയതികളിൽ. 18-ാം തീയതി ചെറിയ മാറ്റമുണ്ട്. രാവിലെ 4:44 AM മുതൽ രാവിലെ 5:32 AM വരെയാണ് 18-ാം തീയതി ബ്രഹ്മമുഹൂർത്തം. അഭിജിത്ത് മുഹൂർത്തം 16, 17, 18 തീയതികളിൽ ഉച്ചയ്ക്ക് 11:48 AM മുതൽ ഉച്ചയ്ക്ക് 12:35 PM വരെയാണ് അഭിജിത്ത് മുഹൂർത്തം. 16, 17, 18 തീയതികളിൽ അഭിജിത്ത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുക. ഇനി രാഹുകാലം നോക്കാം. 16-ാം തീയതി ഉച്ചയ്ക്ക് 1:40 PM മുതൽ ഉച്ചയ്ക്ക് ശേഷം 3:08 PM വരെയാണ് രാഹുകാലം 16-ാം തീയതി. 17-ാം തീയതി രാവിലെ 10:44 AM മുതൽ 12:12 PM വരെയാണ് 17-ാം തീയതി രാഹുകാലം. 18-ാം തീയതി രാവിലെ 9:16 AM മുതൽ രാവിലെ 10:44 AM വരെയാണ് 18-ാം തീയതി രാഹുകാലം. രാഹുകാലത്ത് യാത്രകൾ ഒഴിവാക്കുക, പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. ഇനി ഭാഗ്യ നമ്പറുകൾ നോക്കാം. 16, 10, 2025 8 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 7, 6, 1, 9, 2 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 17-ാം തീയതി 9 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 8, 7, 1, 2, 5 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 18, 10, 2025 1 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 9, 8, 2, 5, 0 ഇവയും ഭാഗ്യസംഖ്യകളാണ്. ഇനി ഭാഗ്യ നിറങ്ങൾ നോക്കാം. 16-ാം തീയതി വ്യാഴാഴ്ച മഞ്ഞ, 17-ാം തീയതി വെള്ളിയാഴ്ച ചുവപ്പ്, 18-ാം തീയതി ശനിയാഴ്ച കറുപ്പ് അല്ലെങ്കിൽ നീല, അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ, അല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ട് വരുന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധന ഉണ്ടാകുന്നതാണ്. വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.